ഹലോ ചാമ്പ്യൻസ്. രാവിലെ അലാം കേൾക്കുന്നു, ക്ഷീണം തോന്നുന്നു, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ യു ആർ ഓൾറെഡി ബിഹൈൻഡ്. നമുക്ക് എല്ലാ പേർക്കും ആ ഒരു ഫീലിംഗ് അറിയാം അല്ലെ? രാവിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി ഓടുന്നു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്നു. പിന്നെ പാതിരാത്രി ആകുമ്പോൾ മെസ്സി ആയ ഒരു ഡെസ്കിന് മുന്നിലിരുന്ന് ഒരാഴ്ചത്തെ വർക്ക് ലോഡും എല്ലാം സ്ട്രെസ്സോട് കൂടിയിരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ് ആകുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാണ്ടാകും. നമ്മൾ സ്ട്രെസ്സിൽ നിന്നും സ്ട്രെസ്സിലേക്ക് മൂവ് ആയിക്കൊണ്ടേയിരിക്കും. എന്നാലും ചില കുട്ടികൾക്ക് നല്ല ഗ്രേഡ്സ് കിട്ടുന്നുണ്ട്, സോഷ്യൽ ലൈഫും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫുൾ 7 hours ഉറക്കവും കിട്ടുന്നുണ്ട്. നമുക്ക് മാത്രം എന്തൊക്കെ ചെയ്തിട്ടും ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. ഇതിന്റെ കാര്യം ബുദ്ധി മാത്രമല്ല. ചില കുട്ടികൾ ദിവസത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അവർ അവരുടെ ടൈമിനെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഒരേപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈം പ്ലാൻ ഒന്നും ചെയ്യാതെ വേസ്റ്റ് ചെയ്യുമ്പോൾ ടൈം നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ നമ്മൾ നമ്മുടെ ടൈമിനെ മാപ്പ് ചെയ്യുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ തിരിച്ചു വരും. എപ്പോൾ പഠിക്കണം, എപ്പോഴൊക്കെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ നമ്മൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായി സാധിക്കും. സോ ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നൊരു ടൈം ഷെഡ്യൂൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ടൈം ടേബിൾ തുടങ്ങുന്നത് തന്നെ 5 മണിക്കാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും എല്ലാ പേരും നല്ല ഉറക്കത്തിലായിരിക്കും, 0 ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും, 0 നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും, പിന്നെ നല്ല കോൺസെൻട്രേഷനും കാണും. സോ 5 മണി മുതൽ 5:45 വരെ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി റൂട്ടീനൊക്കെ ചെയ്യുക. സോ 45 മിനിറ്റ് നല്ല കാമായിട്ട് പോകും. 5:45 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ആകും. ഈ ടൈമിൽ മൈൻഡ് നല്ലോണം ഫ്രഷ് ആയിരിക്കും. സോ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായി സാധിക്കും. 6:30 ആകുമ്പോഴത്തേക്കും ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി 6:30 മുതൽ 6:45 വരെ നമ്മുടെ ബ്രേക്ക് ടൈം ആണ്. ഈ ഒരു ബ്രേക്ക് ടൈം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു മേജർ റൂൾ എന്ന് പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാനേ പാടില്ല. ബിക്കോസ് മൈൻഡിനെ നല്ല രീതിയിൽ ഒന്ന് ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ മൂവ്മെന്റ്സ് ലൈക്ക് സ്ട്രെച്ചിങ്, വാക്കിംഗ് ഇതൊക്കെ ചെയ്യാം. 6:45 തൊട്ട് വീണ്ടും നമ്മുടെ സ്റ്റഡി സെഷൻ 2 സ്റ്റാർട്ട് ആകും. ആൻഡ് അതൊരു 7:30 വരെ ആയിരിക്കും. വീണ്ടും നമുക്കൊരു 45 മിനിറ്റ്സ് ഹൈപ്പർ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടും. സോ 7:30 ആകുമ്പോൾ ഓർക്കാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ 1.5 മണിക്കൂറാണ് പഠിച്ച് കഴിഞ്ഞത്. സോ ഇത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലോണം ബൂസ്റ്റ് ചെയ്യും. 7:30 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഡ്രസ് ചെയ്യാം, കുളിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി 4:30 വരെ ആയിരിക്കുമല്ലോ നമ്മുടെ സ്കൂൾ ടൈം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടില് എത്തും. വീട്ടിലെത്തിയ ഉടനെ ബുക്സ് ഒന്നും ഓപ്പൺ ചെയ്ത് പഠിക്കാനിരിക്കേണ്ട, നമ്മുടെ തലയിലൊന്നും തന്നെ കയറത്തില്ല. സോ ബോഡിയും മൈൻഡും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. ഈ ഒരു ടൈമിൽ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, സ്കൂളിലെ എല്ലാ സ്ട്രെസ്സും മാറ്റിവെക്കുക. ഈ സമയം ഡിജിറ്റൽ വേൾഡിലേക്ക് തിരിച്ചു പോകാനുള്ള ടൈം കൂടിയാണ്. ഫ്രണ്ട്സിന് ടെക്സ്റ്റ് അയക്കുക, ഫീഡ് സ്ക്രോൾ ചെയ്യുക, ഗിൽറ്റ് ഇല്ലാതെ മീഡിയ എൻജോയ് ചെയ്യുക. ബിക്കോസ് നോർമലി സ്റ്റുഡൻസ് ഫോൺ സ്ക്രോൾ ചെയ്യുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കാര്യം സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ആ ടൈമിൽ നമുക്കൊരു ലോ ലെവൽ ആങ്സൈറ്റി ഉണ്ടാകും. അയ്യോ, നമ്മൾ അതൊന്നും ചെയ്തില്ലല്ലോ, മിസ്സായി പോയല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടെ ടൈം സ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിൽറ്റും ഇല്ലാതെ നമുക്ക് ഫോൺ സ്ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഈ ഒരു സ്ക്രോളിംഗ് നമ്മൾ ഏൺ ചെയ്തതാണ്. പിന്നെ 30 മിനിറ്റ്സ്, അതായത് 6 to 6:30 നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതൊരു മെന്റൽ ബൗണ്ടറി ഉണ്ടാക്കും. മൈൻഡ് കാം ആയതിനു ശേഷം 6:30 to 7:30 നിങ്ങളുടെ സ്റ്റഡി സെഷൻ 3 സ്റ്റാർട്ട് ചെയ്യും. ഈ ടൈമിൽ നിങ്ങൾക്ക് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം, സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പഠിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാം. 7:30 നിങ്ങളുടെ ഡിന്നർ ടൈം ആയിരിക്കും. 7:30 മുതൽ 8 o'clock വരെ ഡിന്നർ കഴിക്കുന്ന ടൈമിൽ ഫോൺ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു ടൈം ഫാമിലി ടൈം ആയിരിക്കണം. ഡെഡ് ലൈൻസ് ഒന്നുമില്ലാതെ, സ്ട്രെസ്സും ഓവർ തിങ്കിങ് ഒന്നുമില്ലാതെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. വീണ്ടും 8 o'clock to 9 o'clock നിങ്ങളുടെ സ്റ്റഡി സെഷൻ 4 ആയിരിക്കും. ഇവിടെ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ നോക്കണ്ട. ഈ ഒരു ടൈമിൽ റിവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം റിവൈസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ലോങ് ടേം മെമ്മറിയിലേക്ക് ലോക്ക് ചെയ്യാം. കോൺസെൻട്രേഷനോട് കൂടി തന്നെ നമ്മൾ
ഫിക്സ് ചെയ്ത ടൈമിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 9 o'clock ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡീസ് എല്ലാം ക്ലോസ് ചെയ്യുക, ബുക്സ് എല്ലാം അടിച്ചു വെക്കുക, ഹൈലൈറ്റേഴ്സ് എല്ലാം ഡ്രോയറിലേക്ക് വെക്കുക. ദിവസത്തിന്റെ ബാക്കി 30 minutes നമ്മുടേത് മാത്രമായിരിക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാം, യോഗ ചെയ്യാം, മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്സ് റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഈ ഒരു ടൈമിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നെർവസ് സിസ്റ്റമിനെ നമ്മൾ ഒന്ന് കാം ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സുഖമായിട്ട് അന്നത്തെ ദിവസം രാത്രി ഉറങ്ങാനായി സാധിക്കും. ഇങ്ങനത്തെ ഒരു ഷെഡ്യൂൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതായത് ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് സ്റ്റഡീസും നിങ്ങളുടെ പേഴ്സണൽ കാര്യം എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ടൈം ഇത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, ബട്ട് നോ പ്രോബ്ലം. നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ ടൈമിൽ നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങളുടെ ട്യൂഷൻസ് കാണും, വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ്. അക്കാഡമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽത്തും സമാധാനവും കളയേണ്ട ഒരു ആവശ്യവും ഇല്ല. അതിന് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ബിക്കോസ് എന്തൊക്കെ ആയാലും നമ്മുടെ ഹെൽത്ത് അതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.